ദിലീപിന്റെ കുട്ടിയെ അഭിനന്ദിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമ. ബിൽ ക്ലിന്റൺ. എന്തിന്? ആരും ദേഷ്യപ്പെടരുത്. മുഴുവൻ കേൾക്കണം. ഈ ദിലീപിനെപ്പറ്റി അത്രയ്ക്കുണ്ട് പറയാൻ. മുഴുവൻ പേര് ദിലീപ് ഭീമ പവർ. മുംബൈയിലെ കുഞ്ചിക്കുറുവെ എന്ന ചേരി നിവാസി. മകൻ സണ്ണി പവാർ. ദിലീപിന്റെ മകൻ സണ്ണിയാണ് താരം. താരമെന്ന് പറഞ്ഞാൽ പോരാ, ഒരു സിംഹക്കുട്ടി. സണ്ണി സിംഹക്കുട്ടിയാകുന്നത് ലയൺ എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ്. ദിലീപ് ഭീമ പവർ മുംബൈ വിമാനത്താവളത്തിലെ ക്ലീനിംഗ് ജോലിക്കിടെയാണ് തന്റെ മൂത്ത മകൻ സണ്ണി പിറന്നതറിയുന്നത്. വർഷങ്ങൾക്ക് ശേഷം 2000 സ്കൂൾ കുട്ടികളിൽ നിന്ന് സിനിമയിലേക്ക് തന്റെ മകനെ തിരഞ്ഞെടുത്തതും ഇതേ തൂപ്പു ജോലിക്കിടെ. അതറിഞ്ഞ അച്ഛൻ 10,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചാണ് മകൻ സണ്ണിക്കൊപ്പം ലയണിന്റെ ഷൂട്ടിങ്ങിനായി കൊൽക്കത്ത, മധ്യപ്രദേശ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് യാത്ര പുറപ്പെട്ടത്. ലയണിന്റെ കഥയുടെ ചുരുക്കമിതാണ്. 5 വയസ്സുകാരൻ സാരുവും സഹോദരൻ ഗഡഡുവും ഗുഡ്സ് ട്രെയിനിൽ നിന്ന് കൽക്കരി മോഷ്ടിച്ചാണ് അമ്മയ്ക്കും അനിയത്തിക്കും അടക്കമുള്ള അന്നം കണ്ടെത്തുന്നത്. ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിലിരുന്ന് ഉറങ്ങിപ്പോയ സാരു കണ്ണു തുറന്നപ്പോൾ തന്റെ സഹോദരനെ കാണുന്നില്ല. അലഞ്ഞു തിരിഞ്ഞ് സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിനിലിരുന്ന് ഉറങ്ങിപ്പോയ സാരുവിനെയും കൊണ്ട് ട്രെയിൻ കുതിക്കുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ കൊൽക്കത്തയിലാണ് സാരു എത്തുന്നത്. വിവരമറിഞ്ഞവർ സഹായിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും തന്റെ സ്ഥലം കൃത്യമായി പറയാൻ കഴിയാതെ സാരു കൊൽക്കത്തയിൽ തെരുവിൽ അലയുമ്പോഴാണ് ഓസ്ട്രേലിയൻ ദമ്പതികൾ ദത്തെടുക്കുന്നത്, അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതും. 20 വർഷങ്ങൾക്ക് ശേഷം തന്റെ ഇന്ത്യൻ സുഹൃത്തുക്കൾ കൊണ്ടുവരുന്ന ജിലേബി കഴിക്കുന്നതോടെ ആ രുചി തന്റെ പഴയ ലോകത്തേക്ക് മാടി വിളിക്കുകയും ഗൂഗിളിൽ ഗണേശ് തലായ് എന്ന സ്ഥലത്തെക്കുറിച്ച് അന്വേഷിച്ച് തിരിച്ചുവരുന്നതും അമ്മ തന്നെ കണ്ട് ഷേർ എന്ന് വിളിക്കുമ്പോൾ അതാണ് തന്റെ പേരെന്നും ചെറുപ്പത്തിൽ താൻ അന്വേഷിച്ച തന്റെ സഹോദരൻ അന്ന് തന്നെ ട്രെയിൻ തട്ടി മരിച്ചിരുന്നെന്നും 20 വർഷത്തിനു ശേഷമാണ് ഷേറിന് മനസ്സിലാകുന്നത്. ഷേർ എന്നാൽ സിംഹം, ലയൺ. ഇതിൽ ചെറുപ്രായത്തിലെ വേഷമാണ് സണ്ണി പവാറിനെ ലോകോത്തര താരമാക്കിയത്. സണ്ണി പവാറിനെ കൂടാതെ ദേവ് പട്ടേലും നിക്കോൾ കിഡ്മാനും റൂണി മാരയും വേഷമിട്ട ചിത്രത്തിനിടെ സണ്ണി നിക്കോൾ കിഡ്മാനും ദേവ് പട്ടേലിനുമൊപ്പം ഓസ്ട്രേലിയയിൽ ബീച്ച് ക്രിക്കറ്റ് കളിച്ചത്. ലയണിന്റെ ആദ്യ ഷോ കാണാൻ അമേരിക്കയിലെത്തിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമ സണ്ണിയെ സ്വീകരിച്ചത് നമസ്തേ സണ്ണി, ഗ്രേറ്റ് ജോബ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വൈറ്റ് ഹൌസിൽ സണ്ണി ആ ചിത്രത്തോടെ അതിഥിയായി എത്തുകയും ചെയ്തു. മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ അഭിനന്ദിച്ചതും ദിലീപ് അഭിമാനത്തോടെ പറയുന്നു. മാത്രമല്ല, 89ാം ഓസ്കാർ പുരസ്കാരവേദിയിൽ 6 നാമനിർദ്ദേശങ്ങളുമായി ലയൺ കത്തിജ്വലിച്ചു നിൽക്കുകയാണ്. ലോകം ആരാധിക്കുന്ന താരങ്ങളും മാധ്യമങ്ങളുമെല്ലാം നമ്മുടെ ഭാരതത്തിന്റെ പുത്രൻ സണ്ണി പവാറിന് പിറകെയായിരുന്നു. അവതാരകൻ സണ്ണിയെ തോളിലെടുത്തു വെച്ചാണ് വേദിയിൽ വിലസിയത്. ഹോളിവുഡ് താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും 8 വയസ്സുകാരൻ സണ്ണി സിംഹക്കുട്ടിയായി ഓട്ടോഗ്രാഫ് നൽകി. ദിലീപ് പറഞ്ഞത് താൻ തൂത്തു തുടച്ച് വൃത്തിയാക്കുന്ന വിമാനത്താവളത്തിൽ നിന്ന് പല ഭാഗങ്ങളിലേക്കും തന്നെയും കൊണ്ട് പറക്കാൻ ഭാഗ്യമുണ്ടാക്കി തന്നത് മകനാണ്. മാത്രമല്ല, കണ്ണു തള്ളിപ്പോകുന്ന പ്രതിഫലവുമാണ് അവൻ കുടുംബത്തിന് നേടിത്തന്നത്. രജനീകാന്തിനെയാണ് സിനിമയിൽ സണ്ണിക്കിഷ്ടം. യന്തിരൻ സണ്ണിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാകുമ്പോൾ രജനിയെപ്പോലെയാകാനാണ് സണ്ണിക്കിഷ്ടം. പാവങ്ങളെ സഹായിക്കാൻ തന്റെ ചേരിയുടെ രൂപം മാറ്റാനും ഭാവിയിൽ ദിലീപിന്റെ മകന് പദ്ധതിയുണ്ട്. ഇത്രയായില്ലേ? നല്ല മനസ്സുള്ളവനല്ലേ സണ്ണി പവാർ. എല്ലാം നടക്കും. നടക്കട്ടെയെന്ന് ആശംസിച്ച് ഫിലിം കോട്ട്.